ഇന്നത്തെ ചായ എങ്ങനെയുണ്ട്? വെരി ഗുഡ്. ഞാൻ അടുക്കളയിൽ ചെന്നപ്പം കുഞ്ഞു ചായ കേട്ടു. ഗോവിന്ദൻ ചായ ഉണ്ടാക്കുമായിരുന്നല്ലോ, എന്തിനാ ബുദ്ധിമുട്ടിയെ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. പാലും പഞ്ചസാരയും ഒക്കെ പാകമാണോ? നല്ല ചായ. രാത്രി അച്ഛന് അസുഖമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, നല്ലപോലെ ഉറങ്ങി. ഇനിയും ഉണർന്നിട്ടില്ല. ഉണർത്തണ്ട. എനിക്കൊന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ എത്തണം. ഞാനിപ്പോ കാപ്പ് റെഡിയാക്കാം. ഗോനേട്ടാ, കാപ്പിക്ക് എന്താണ് ഉണ്ടാക്കുന്നത്? ഇഡ്ഡലിക്ക് മാവ് റെഡിയായി. ഞാനും അടുക്കളയിലേക്ക് വരാം. അത് വേണം. ഇതാ വരുന്നു അച്ഛാ. അച്ഛൻ ഉണർന്നു. രാവിലെ കഴിക്കുന്നത് പാലാണ്. അതിന് പാല് വാങ്ങിക്കാൻ ബൂത്തിൽ പോണം. അവിടെ ഇരുന്നത് ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. എന്താ അച്ഛാ? കുറച്ച് ചൂടുവെള്ളം. വയറു വല്ലാതെ വേദന ആരംഭിക്കുമോ എന്നൊരു സംശയം. പാലിപ്പോ കൊണ്ടുവരും. അച്ഛൻ ഇത്ര നേരത്തെ ഉണരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, ഇപ്പൊ കുറച്ച് ചൂടുവെള്ളം തരും. ഡോക്ടർ അദ്ദേഹത്തിന് ഇന്ന് നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോണമത്രേ. ഗോവിന്ദൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയതാ. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഗോവിന്ദനെ പാൽബൂത്തിലേക്ക് അയച്ചു. അച്ഛൻ ഉണരുന്നതിന് മുൻപ് പാല് തിളപ്പിക്കണമെന്ന് കരുതിയതാ. അതെന്തിനായിരുന്നു മോളെ? അദ്ദേഹത്തിന് ധൃതി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ എന്തിനു ഗോവിന്ദനെ അയച്ചു? ചെല്ല്, വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ആഹാര കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത മനുഷ്യൻ സമയത്തിനായില്ലെങ്കിൽ ഒന്നും കഴിക്കാതെ അങ്ങ് പോകും. ചെല്ല്. ശരി അച്ഛ. കാപ്പി കുടിക്കാറായോ? ഇല്ല, അച്ഛൻ താമസിച്ചേ കാപ്പി കഴിച്ചു. ഓഹോ, എനിക്കിന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ പോകണം. ഗോവിന്ദൻ പാല് വാങ്ങാൻ പോയിരിക്കുകയാണ്. ഞാൻ എടുത്ത് കഴിച്ചോളാം. സാരമില്ല. ഇത് കൊള്ളാം. എന്നെ ഔട്ടാക്കുവോ? നമസ്കാരം സാർ. സൗഖ്യമാർക്കനാ? നമ്മുടെ അലോട്ട്മെന്റ് എന്തായി ഡോക്ടർ സാർ? അപ്പോഴേക്കും എന്റെ ആത്മാവ് ഈ ബോഡിയിൽ നിന്നും നേരെ സ്വർഗ്ഗത്തിലോട്ട് പോയിരിക്കും. ഒന്ന് ആഡ് ചെയ്ത് കൂട്ടാൻ നീ പേപ്പർ കമ്മിനറി. സാർ, ഞാൻ സാധാരണ ഓഫീസിൽ ഐസാർസി എന്ന് പറയാറുണ്ട്. അതുപോലെ ആയി പോകുന്നുള്ളൂ. തീർച്ചയായും കിട്ടുമല്ലോ. സാർ, ഞാൻ എന്തുകൊണ്ട് ഇതെല്ലാം പറയുന്നു എന്ന് വെച്ചാൽ, പ്ലീസ് യു ഫോളോ മീ. നമ്മുടെ ആ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനും അക്കത്ത് ബെറ്റുകാരനും ഡെയിലി ചാരായം കുടിക്കുന്നു. മാത്രമല്ല ഡോക്ടർ, കൂടെ എന്റെ വൈഫ് അലമേലവനെ നോക്കി കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ക്ലാസ് ഒരാഴ്ച എടുക്കാമല്ലോ. ഭർത്താവിനോട് സ്കൂട്ടർ പതുക്കെ ഓടിക്കാൻ പറഞ്ഞു. വേദനയുണ്ട്? പകലൊന്നും വേദനയില്ല, രാത്രിയാകുമ്പോഴാണ് കൂടുതൽ വേദന. ഈ സുഖന്റെ ലക്ഷണം അതാ. ഡോക്ടർ, ഇതെന്താണ്? നമ്മുടെ രാജ്യം ആകെ കുട്ടിച്ചോറായിരിക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ രാജ്യം ഇനിയും എങ്ങോട്ട് പോകുന്നു എന്നാണ് നിങ്ങളുടെയൊക്കെ ധാരണ? നേതാവിന് ഇപ്പോ ആവശ്യം അല്പം വിശ്രമമാണ്. അസുഖങ്ങൾ അവ നമ്മുടെ സ്ഥൂല ശരീരത്തെ അല്ലേ ബാധിക്കുകയുള്ളൂ. സൂക്ഷ്മ ശരീരത്തെ തൊടാൻ അവനാവില്ല. ആത്യന്തിക വിശകലനത്തിന് സൂക്ഷ്മ ശരീരമല്ലേ പ്രധാനം. എൽക്കിഞ്ചിൽ ശരീരം നാസ്തി ആത്മാ സത്യം ജഗന്മിഥ്യ. ആശ്വാസമില്ലേ? സത്യത്തിൽ അല്പം വ്യത്യാസമുണ്ട്. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. എന്റെ കോഴ്സുകാരുടെ വിളിപോലെ ആയിരുന്നു. ഡോക്ടർ, ടെസ്റ്റ് റെഡി. ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞെ, ഡോക്ടർ അദ്ദേഹത്തിന്റെ ഫോൺ ഉണ്ടായിരുന്നു. പേവാട് റെഡിയായി. ഉടനെ പുറപ്പെട്ടില്ല. എന്താ വേഗം റെഡിയാകും മോളെ. ഒരു നിമിഷമില്ല ഡോക്ടർ, ഇങ്ങനെയാണ് ഞാൻ പോയതല്ല. എന്താ രണ്ടുപേരും എന്നെ കൊല്ലുകയല്ല. എന്താണ് ടിക്കറ്റിന്റെ പേര്? ഗുഹരാജ്. ഗുഹരാജ്
ഗുഹയുടെ രാജൻ, അതായത് സിംഹോ കേട്ടോ. അധ്യാത്മികതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു താപസനാണ് നാം. ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് തീരെ രസിക്കുന്നില്ല. കാട്ടുഫലങ്ങളും അതായത് ഫലമൂലാദികളും ആട്ടിൻപാലും മാത്രമാണ് നമ്മുടെ ഭക്ഷണം. അത് ആശ്രമത്തിലേ കിട്ടുകയുള്ളൂ സ്വാമികളെ. ഈ ലോകം മുഴുവൻ ഒരു ആശ്രമമായി കണക്കാക്കുന്നതാണ്. അതാണ് രാഷ്ട്രീയം. അവിടെ തന്നെയാണ് സ്വാമികൾക്ക് അടിസ്ഥാനപരമായി പാളിച്ച സംഭവിക്കുന്നത്. ഒന്ന്, അതായത് ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ഏത് തത്വസംഹിതയ്ക്ക് അടിസ്ഥാനമായാണോ മുന്നോട്ട് പോകുന്നത്, അതേ തത്വസംഹിതയ്ക്ക് അടിസ്ഥാനമായാണ് ആ രാജ്യത്ത് ജനങ്ങളുടെ ഭക്ഷണം പോലും നിയന്ത്രിക്കപ്പെടുന്നത്. ശിവ ശിവ ശിവ, ഇതെത്ര കാലമായി കേൾക്കാൻ തുടങ്ങി. അതാണ് രാഷ്ട്രീയം. ഇത് ഞങ്ങളുടെ സ്വന്തം ആൾക്കാർ. ഓ, അപ്പൊ തന്റെയും സ്വന്തം? അതെ, ഡോക്ടർ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ആന്റി. ഞങ്ങളെ പോലെയല്ല, നിക്കാഹ് 4 കഴിഞ്ഞു. ഇപ്പോൾ ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 24 hours ആശുപത്രിയില്ല. വീട്ടിൽ പോകുന്നില്ല. സാറേ, ഇയാൾക്ക് എന്നെ കാണുമ്പോഴൊക്കെ കളിയാക്കണം. പൂശുമ്പേ ഇത്ര വയസ്സായിട്ടും ഒരു കൊച്ചിന്റെ തന്തയാകാൻ കഴിയാഞ്ഞതിന് ഞാനാണോ ഉത്തരവാദി? അത് എനിക്ക് ഈ ജന്മം വേണ്ട. മനസ്സുമാറ്റി കിടന്ന് ഉറങ്ങാമല്ലോ. അതെ, ചത്ത് കിടക്കുമ്പോ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ലെന്ന് വെച്ചോ. അതിന് ചത്തിട്ട് വേണ്ടേ? ഡാക്ടർ അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഞാൻ ചാവില്ല. എനിക്ക് മരണമില്ലടോ. വേണ്ട ഗോവിന്ദ, ഗോവിന്ദൻ മരിക്കണ്ട. ഗോവിന്ദൻ ചിരഞ്ജീവിയായിരിക്കും. അതെ, ഡാക്ടർ അദ്ദേഹത്തിന് ലഞ്ച് ഉണ്ടാക്കണം. ഞാൻ പോയിട്ട് വരാം. ഓ, അപ്പൊ അലി, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എപ്പോഴും ഈ മുറിയുടെ നിറയിൽ തന്നെ കാണും. ഞാൻ പോയിട്ട് വരാം. ശരി, ഗോവിന്ദൻ പോയിട്ട് വരൂ. പിന്നെ വരാം. പിന്നെ എന്താ സ്വാമി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ, നമ്മുടെ പേപാട് പ്രശ്നം സ്റ്റിൽ അണ്ടർ കൺസിഡറേഷൻ. അത് ഉടനെ ശരിയാവും സ്വാമി. ഞാൻ சத்த உள்பாடு തന്നെ பேபாடு கிட்டமோ தோணுமோ? தேவால படுத்தானா உடம்பு நன்னாகுமா? நீங்க பேசாம வந்து படுங்க. படுங்க. டேய் டேய், எவ்வளா என் பொண்டாட்டி கைய தூவியடா, அறுபது கட்டவரே. போடா, இந்த பெட் பக்கத்துல வராத. போடா போடா. என்ன கைக்கு பாக்குற நீ? ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? നീ കുറച്ച് ആളിക്സ് എടുക്കാം. അവിടെയൊക്കെ എങ്ങനെയുണ്ട്? സൗകര്യമുണ്ടല്ലോ. ഇതിൽ കൂടുതൽ സൗകര്യം എന്ത് വേണം? ഇരിക്കും. ടെസ്റ്റൊക്കെ നോക്കി കഴിഞ്ഞ 5 വർഷമായി ടെസ്റ്റുകൾക്കും ചികിത്സകൾക്കും മാത്രമേ എനിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. എന്ത് ടെസ്റ്റായാലും വേണ്ടില്ല. ഈ വേദനയിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെട്ടു. രോഗം പെപ്റ്റിക് അൾസർ തന്നെയാണ്. ഞങ്ങളുടെ പ്രൊഫസറുമായി ആലോചിച്ചു.